10 മണിക്ക് വരാന്ന് പറഞ്ഞാണ് ചേട്ടാ. എങ്ങനെയെങ്കിലും ഈ കല്യാണം സെറ്റാക്കി തരണം. അനക്ക് അത്രയും ലീവ് ഉള്ളൂ. ഏടാ അതെല്ലാം ഞാൻ പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇന്നെ കൂട്ടിയിട്ട് വരുവാ. എന്തെന്നാണ് ഇത്? ബാ നീ ബാ, ഇന്ന് നേരം ചുറ്റുപാടിലെങ്ങനെ? കുഴപ്പമൊന്നുമില്ല, നല്ല പെണ്ണാണ്. എല്ലാം മതിയില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വിളിക്കാം. പ്രശ്നേച്ചേ ആരും ഇല്ലേ? ആ ഞാൻ പറഞ്ഞ ചെക്കൻ വന്നിട്ടുണ്ട്. ആ മോളിവിടെ ഇല്ലേ? അതെ അല്ലേ? എന്നാ പിന്നെ ചെക്കൻ ഇരിക്ക്. ഇത് അവിടെ ഇരിക്കേ, അത് നോക്കണ്ട, ഇരിക്ക്. കൊണ്ടുപോകാനും പറ്റുന്നതാ ഓന്റെ ജോലി? നല്ല പ്രശ്നേച്ചേ നല്ല കമ്പനിയിലൊക്കെ ഗൾഫിലാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡാണ്. അല്ലടാ? ഞാൻ ദുബായിൽ സൂപ്പർവൈസറാണ്. അതെ അല്ലേ? കണ്ടാ പ്രശ്നേച്ചേ, ഇവന്റെ സെറ്റപ്പ് ഉണ്ടല്ല, നിങ്ങൾക്ക് അറിയായിട്ടാണ്. 2 നില വീടും പെങ്ങന്മാരെല്ലാം കല്യാണം കഴിഞ്ഞ് ഒരു ബാധ്യതയില്ല ചെക്കൻ. ഇപ്പം അത്രയും നല്ല ഇതിലാവുള്ള കൊണ്ടുപോകും. പക്ഷെ ഇപ്പോഴത്തെ ഇതിൽ ഓൻ്റെ അമ്മേൻ്റെ ഒരു വിഷമാന്ന് പറയാം. അതും കൂടി ഓന് ഇതായി കഴിഞ്ഞാണ്ടല്ല, നിങ്ങൾ മോക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ബന്ധമായത്. അത് തട്ടിക്കളയല്ല, അത്രയും ഇതിലാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. അയ്യോ നല്ല ഗൾഫാണപ്പ. അങ്ങനെ പറയല്ല. നീ പോയിട്ട് വണ്ടിയിലിരിക്കും, ഞാനിപ്പോ വരാട്ടാ. മോളെ, ഇത് നല്ലൊരു ആലോചന കേട്ടാ. ചെക്കൻ നല്ല ഗൾഫാണ്. നിങ്ങൾ +2 പഠിച്ചു എന്ന് പറഞ്ഞില്ലേ? ഓൻ ബികോം എല്ലാം കഴിഞ്ഞ് ചെക്കനാണ്. ഒഴിവാക്കണ്ട കേട്ടാ. ഗൾഫ് വേണ്ട രാജേഷ്, അതാണ്. പിന്നെ ഒരുപാട് ഗൾഫുകാർ വന്നു, വേണ്ട. പിന്നെ അവര് നല്ല ഗവൺമെന്റ് ജോലിക്കാരനുണ്ടെങ്കിൽ നീ കൂട്ടി. എന്നാ പിന്നെ ശരി, എന്നാല് ഞാനൊന്നാ പോയേ. കസേരയും ഇല്ല, വീടും ഇല്ല, ഓട എളിയിട്ട് നിൽക്കുന്നു. രാവിലെ തന്നെ കെട്ടും മുട്ടും എടുത്തിട്ട് വെറുതെ ഇങ്ങോട്ടേക്ക് വന്നു. പോയേ കാണും അഹങ്കാരത്തിന്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ.